സിറിയയിലെ സൈനിക കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. ദമാസ്കസിലെ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന് സമീപത്തെ വ്യോമതാവളങ്ങളിലാണ് ശക്തമായ ആക്രമണം നടന്നത്. സിറിയൻ സൈന്യത്തിന്റെ നഗരത്തിലെ ആസ്ഥാനമാണിത്. ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു, 18 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. തെക്കു പടിഞ്ഞാറൻ സിറിയയിലെ ദ്രൂസ് വിഭാഗവും പരമ്പരാഗത ഗോത്രവിഭാഗക്കാരായ ബദിയൂനുകളും തമ്മിൽ കഴിഞ്ഞ ദിവസം ആക്രമണം നടക്കുകയും 32-ലേറെ പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ദ്രൂസുകളെ സംരക്ഷിക്കാനാണ് ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രായേലിന്റെ വാദം. ദ്രൂസുകൾ തങ്ങളുടെ സഹോദരങ്ങളാണെന്നും അവരെ സംരക്ഷിക്കുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന് സമീപം വ്യോമാക്രമണം നടത്തിയതായി IDFും സ്ഥിരീകരിച്ചു. മധ്യ ദമാസ്കസിലെ ജനവാസ കേന്ദ്രത്തിലാണ് കനത്ത ആക്രമണം നടത്തിയത്. ഉമയ്യദ് ചൊത്തരത്തിലെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കെട്ടിടത്തിൽ ബോംബ് വീണ് പുക ഉയരുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഞായറാഴ്ചയാണ് ദ്രൂസുകൾക്ക് ആഭിമുഖ്യമുള്ള സുവൈദയിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. ദ്രൂസിലെ ഒരു വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയതായി വാർത്ത വന്നു 2ാം ദിവസമാണ് ഇവിടെ ഇരു വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായത്. സിറിയൻ സൈന്യവും ദ്രൂസുകളെ ആക്രമിച്ചതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇതിനു പിന്നാലെയാണ് സിറിയൻ സൈനികാസ്ഥാനങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ആക്രമണത്തെ സിറിയ അപലപിച്ചിട്ടുണ്ട്. ഞായറാഴ്ചത്തെ കലാപം പൊട്ടിപ്പുറപ്പെട്ട ശേഷം ഇതുവരെ 200 പേർ കൊല്ലപ്പെട്ടതായാണ് മനുഷ്യാവകാശ സംഘടനയായ സിറിയൻ ഒബ്സർവേറ്ററുടെ കണക്ക്. Waytonikah.com, the exclusive Muslim matrimonial site.